എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അറിയാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ഈ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് അഗാധമായ സ്നേഹമുള്ളപ്പോഴും ചില ആളുകളിൽ നിന്നുള്ള വാക്കും പ്രവൃത്തിയും ആ വ്യക്തിയെ നിങ്ങളോടുള്ള സ്നേഹത്തിലേക്ക് തടസ്സപ്പെടുത്തുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളായിരിക്കാം അങ്ങനെ നിങ്ങളുമായിട്ടുള്ള പ്രണയത്തെ, നിങ്ങളുമായിട്ടുള്ള ഇഷ്ടത്തെ തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെയായാലും ആ തടസ്സപ്പെടുത്തലുകൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ തടസ്സപ്പെടുത്തലുകൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങളൊരു പറഞ്ഞിട്ടുണ്ടാവാം, ചില നിങ്ങളുടെ ബന്ധത്തിലുള്ള ഇടപെടലുകൾ കുറയുന്നില്ല. അവർ നിങ്ങളെ ഭരിക്കാനായിട്ടും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനുമായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുമ്പോൾ ആ വ്യക്തി അവ തടയുവാനും കൃത്യമായി ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് ചില അലോസരങ്ങളുണ്ടാകാം. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അവർക്കുള്ള ബന്ധങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പലതും നിങ്ങളുടെ വ്യക്തിയോട് പറയുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം പറയുന്നില്ല. അവർ നിങ്ങളെ കൂടുതലായിട്ട് അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയോട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന ആളെ കൂടുതൽ സ്വാതന്ത്ര്യം നൽകേണ്ട, അടുപ്പിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ വ്യക്തി അവരോട് അനുസരണ ചെയ്തുകൊണ്ട് നിങ്ങളോട് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കുറ്റപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ വ്യക്തി ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിലാണ്. കാരണം എങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളോട് പറയും, എങ്ങനെ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തും, അവരോടുള്ള കമ്മിറ്റ്മെൻ്റ് അനുസരിച്ച് അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും എന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. എങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കൃത്യമായൊരു നിലപാട് നോക്കാൻ സാധിക്കുന്നില്ല, കൃത്യമായ നിലപാട് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ചില ദുഃഖങ്ങൾ അക്കാര്യത്തിലുണ്ട്. നിങ്ങളുടെ വ്യക്തി എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ കഷ്ടപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങൾ ആ വ്യക്തികളിൽ മറച്ചു വെക്കുന്നുണ്ട്. അടുത്തതായി രണ്ടാമത്തെ ഈ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ്. ഈ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ മനസ്സിൽ അവരുടെ വ്യക്തിയുടെ മനസ്സിൽ പ്രണയം ഉണ്ടാവും, ഇഷ്ടമുണ്ട്. പക്ഷെ ചില അകലങ്ങൾ കൃത്യമായി ഉണ്ടാകും, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അഗമമായി സ്നേഹിക്കുന്നു, ശക്തമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില അകൽച്ചകളുണ്ട്. അത് നിങ്ങൾക്ക് കൂടി അറിയാവുന്നതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങളുമായിട്ട് യോജിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇരിക്കെ തന്നെ പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും പിരിയേയില്ല. ശക്തമായൊരു പൊതുബന്ധം നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ട്. പക്ഷേ ഇടയിൽ ചില ഗ്യാപ്പുകൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ, ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ പറയാത്തതുകൊണ്ടായിരിക്കാം ഈ ബന്ധം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. ചില ആളുകൾ ഉണ്ടാക്കുന്നതോ സ്വയമേവ ഉണ്ടാക്കുന്നതാണെന്ന് അറിയില്ല. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിയോട് കാണിക്കുന്നതിൽ നിങ്ങളുടെ വ്യക്തിക്ക് വിയോജിപ്പുണ്ട്.
നിങ്ങൾ സ്ഥിരമായിട്ടെടുക്കുന്ന ചില തീരുമാനങ്ങളുടെ കാര്യത്തിൽ, നിങ്ങൾ സ്ഥിരമായിട്ടെടുക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ, അതിലൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെയുള്ള വിയോജിപ്പുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോട് അതിൽ നിന്ന് വിയോജിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന്. പക്ഷേ ആ വ്യക്തിക്ക് അത് തുറന്നു പറയാനുള്ള മനോധൈര്യമോ അല്ലെങ്കിൽ ആ വ്യക്തി അത് തുറന്ന് പറയുന്നുമില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളോട് എല്ലാത്തരം ഇഷ്ടങ്ങളും ഉണ്ട്. അങ്ങനെ ആയിരിക്കെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചില പ്രവൃത്തികൾ ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയുന്നില്ല ആ വ്യക്തി. കാരണം ബന്ധത്തിൻ്റെ പൊതു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബന്ധം തകരാതിരിക്കുന്നതിനും വെറുതെ ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ വ്യക്തി കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ആ മറച്ചു വെക്കലിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ബന്ധം വഷളാവണ്ട. നിങ്ങൾക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആ വ്യക്തിയുടെ അറിവും ആ വ്യക്തിക്ക് പറയാനുള്ളതും ആ വ്യക്തി ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടി മറച്ചു വെക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയോട് തുറന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും. നിങ്ങൾ തുറന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ പറയുമായിരിക്കും. അത് ആ ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.